ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ 125 സെൽഫിൻ്റെ കംപ്ലയിൻറ്റ്, സെൽഫ് ചെക്കപ്പ്, പൊല്യൂഷൻ ടെസ്റ്റ്, ഈ 2 വർക്കാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2023 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററി. നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.12 വോൾട്ട് കാണിക്കുന്നുണ്ട്. വോൾട്ട് ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 5 വോൾട്ടിലേക്ക് പോവാം. ശരിക്കും 9 വോൾട്ടിൽ താഴേക്ക് വന്ന സമയത്ത് ലോഡ് ടെസ്റ്റിൽ ഇപ്പോൾ സെൽഫ് അടിക്കുന്ന സമയത്ത് 9 വോൾട്ടിൽ താഴെ വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്, ബാറ്ററി മാറ്റി വയ്ക്കണം. ആ സ്ഥാനത്താണ് നമ്മുടെ ബാറ്ററി 5.5 വോൾട്ടിലേക്ക് പോകണത്. അപ്പോൾ ഞാൻ വേറൊരു ബാറ്ററി വെച്ചു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വേറെ പ്രോബ്ലം ഒന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൻ്റെ കേസൊക്കെ ഓക്കെയാണ്, സ്റ്റാർട്ടിങ്ങൊക്കെ ഓക്കെയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിക്കുമ്പോൾ സെൽഫ് എടുക്കില്ല, അത് ആ ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ്. പക്ഷേ റൈറ്റ് സൈഡിൽ ബ്രേക്ക് പിടിച്ചിട്ട് എടുക്കുമ്പോൾ സെൽഫ് ആവണമുണ്ട്. അത് ബാറ്ററി മാറ്റി വയ്ക്കുക, കൂട്ടത്തിൽ കൂടെ ആ സ്വിച്ചും കൂടി മാറ്റി കഴിഞ്ഞാൽ അത് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. വണ്ടിമേന്ന് കയറുന്ന ചാർജൊക്കെ ചെക്ക് ചെയ്ത് ഞാൻ വേറൊരു ബാറ്ററി വെച്ചിട്ട് വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് കാര്യങ്ങൾ നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല. സെൽഫിൻ്റെ കേസും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ ബാറ്ററി മാറ്റി ബ്രേക്കിൻ്റെ സ്വിച്ച് ഓവർ മാറ്റിയിട്ട് ഞാൻ ഓക്കെയാണ്, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് നാളെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം, ബാറ്ററിയും സെൽഫ് സ്വിച്ചൊക്കെ ബ്രേക്ക് സ്വിച്ചൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ.